കൾച്ചറൽ ഫോറവും മലയാളി അസോസിയേഷൻ ഓഫ് ന്യൂ ജേഴ്സിയിൽ സംയുക്തമായി നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മാവേലി മന്നൻ ഇവിടെ ആഗതനായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ആസ്വദിക്കുവാൻ വേണ്ടി അങ്കനമാർ നടത്തുന്ന പരമ്പരാഗതമായ
തിരുവാതിര നൃത്തം നമുക്ക് ആസ്വദിക്കാം. കേരളീയയുടെ ദേശീയ ഉത്സവമായ ഓണം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയപരമായ സ്വാഗതം. KCF-ഉം മലയാളി അസോസിയേഷനും വിജയസിയും കൂടെ ഒരുമിച്ച് നടത്തുന്ന ഈ ഓണത്തിന് വന്ന എല്ലാവർക്കും വൺസ് മോർ എൻ്റെ കൂപ്പുകായി. നമ്മുടെ ഇന്നത്തെ പരിപാടികൾക്കൊക്കെ തുടങ്ങാനായി മാവേലി എല്ലാ മലയാളികൾക്കും എല്ലാ ടു എവരിബഡി ഇൻ ദ വേൾഡ് ഓണം സന്ദേശം. കേരളത്തിലെ ഓണം കഴിഞ്ഞെങ്കിലും നമ്മുടെ മലയാളികൾ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് എനിക്ക് ലോകം എല്ലായിടത്തും ഇങ്ങനെ കറങ്ങണം. അതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ടും ഞാൻ തിരിച്ച് പാതാളത്തിലേക്ക് പോയിട്ടില്ല. നിങ്ങളെ എല്ലാവരെയും കണ്ട് നിങ്ങളെ സന്തോഷിപ്പിച്ച് നിങ്ങളെ കൂടെ ഈ ഓണം എൻജോയ് ചെയ്തിട്ടേ ഞാൻ തിരിച്ച് പോവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2025 സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ല സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണം ആശംസിക്കുകയാണ്. ഈ വർഷവും അടുത്ത വർഷവും നിങ്ങളെ സന്തോഷത്തോടെ പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുക. അതാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവർക്കും നമുക്ക് മാതൃകയാണ്ടതാണ്. So I am wishing you a happy and prosperous Onam. So Onam means it's a part of people get togethering. There is no variety of people. All are together. There is no division. Enjoy the Onam celebration here. Thank you very much.
once so proudly we hailed at the twilight's last gleaming, whose broad stripes and bright stars through the perilous fight o'er the ramparts we'd watch were so gallantly streaming, and the rocket's red glare, the bombs bursting in air, gave proof through the night that our flag was still there. Oh, say does that star-spangled banner yet wave o'er the land of the free and the home of the brave? जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. The welcome speech by the president of KCF, Niman Jacob. About 37 years ago, my dad, T.S. Charco, and his friends formed an association called Kerala Cultural Forum. About 4 decades later, 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം അതിൻ്റെ ചുക്കാൻ രണ്ടാമത്തെ ജനറേഷനിലായ എന്നിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു. I have to say, I am a proud Malayali. I'm a proud Malayali because I come from a place there's 100% literacy. I think we can all say we are proud of that. I come from a place, മലയാളികളായ പല പ്രമുഖ എഴുത്തുകാരുടെയും നാട്ടിൽ നിന്ന് വന്നവനെന്ന് ഞാൻ പറയാൻ വളരെ സന്തോഷമുണ്ട്. MT വാസുദേവൻ നായരുടെയും തകഴിയുടെയും മാധവിക്കുട്ടിയുടെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും നാട്ടിൽ നിന്ന് വന്നതിന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട്. ഓട്ടം തുള്ളലിൻ്റെയും കഥകളിയുടെയും കഥാപ്രസംഗത്തിൻ്റെയും നാട്ടിൽ നിന്ന് വന്നെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരഭിയുടെയും ഉർവശിയുടെയും നാട്ടിൽ നിന്ന് വന്നെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. അച്യുതമേനോനിൻ്റെയും അച്യുതാനന്ദൻ്റെയും കെ കരുണാകരൻ്റെയും AK ആന്റണിയുടെയും ശശി തരൂരിൻ്റെയും നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത് എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. ഓണമെന്ന് പറയുമ്പോഴത്തേന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. നിങ്ങളെ പലരെപ്പോലും എൻ്റെ കുട്ടിക്കാലവും ഊഞ്ഞാലും തുമ്പിക്ക് പുറകെ പോകുന്നതും പൂക്കളമിടുന്നതും കടുവാകളി കാണുന്നതും ഒക്കെ ആയിരുന്നു. ആ കാലത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. ഓണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദേശീയ ഉത്സവമാണ് കേരളത്തിൽ. നമ്മുടെ സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും ആഘോഷമാണ് ഓണം. മലയാളി അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി ഇപ്രാവശ്യം കേരള കൾച്ചറൽ ഫോറത്തിൻ്റെ ഭാരവാഹികളെ സമീപിച്ചപ്പോൾ നമുക്കിപ്രാവശ്യം ഒരുമിച്ച് ഒരു പ്രോഗ്രാം നടത്താം എന്ന് ഒരു ആശയം വെച്ചപ്പോൾ ഞങ്ങളത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു.
At this time, I'd like to welcome all of you. We have some special guests over here. We have our American friends. They are friends of our dear Adra George. She brought all of her friends and neighbors and co-workers from Bergenfield and her college friends. I want to welcome all of you to this program. And lastly but not least, I want to welcome all of you. സുന്ദര സുന്ദരികളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഓണക്കോടിയും എടുത്ത് വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, appreciate it. Thank you. Happy Onam. It's a lamp lighting. So I would like to invite all the board members, the leaders who've come in of KCF and Munch. So now we have the presidential address from Raju Jacob, President of Munch. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ സുഹൃത്തുക്കളെ, മലയാളി അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയും കേരള കൾച്ചറൽ ഫോറവും സംയുക്തമായി നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് നിങ്ങളെ ഒരിക്കലൂടെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയംഗമായ ഓണാശംസകൾ നേരുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, ജാതിമത വർഗഭേദമന്യേ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരേ ഒരു ഉത്സവമാണ് ഓണം. കാരണം അത് കൊണ്ടുവരുന്ന സന്ദേശം സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെതുമാണ് എന്നുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം, നീതിമാനായ ഒരു രാജാവ് തൻ്റെ പ്രജകളുടെ സന്തോഷത്തിലും ഉന്നമനത്തിലുമായി തൻ്റെ ജീവിതം ബലിയായിട്ട് നൽകിയെന്നാണ് നാം പഠിക്കുന്നത്. ആ രാജാവിൻ്റെ കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു. വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ വളരെ സന്തോഷകരമായി ജീവിച്ചിരുന്ന ഒരു പഴയകാലത്തിൻ്റെ ഓർമ്മകളാണ് ഈ ഓണം ആഘോഷിക്കുവാൻ നമുക്ക് പ്രേരിതമാകുന്നത്. ആ സ്വപ്നതുല്യമായ കാലത്തിൻ്റെ ഓർമ്മകൾ നാം ഓരോ വർഷവും ആഘോഷിക്കുകയാണ്. ആ കാലങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഈ കൂടിവരവും ആഘോഷങ്ങളുമെല്ലാം. മാവേലി എതിരേൽക്കാൻ നാം പൂക്കളമിടുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും മനോഹരമായ ഒരു കാലത്തെയാണ്. ആ കാലം യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ നാം ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതിന് വലിയൊരു ഉദാഹരണമാണ് ഈ രണ്ട് പ്രമുഖ അസോസിയേഷനുകളും സംഘടനകളും ഒരുമിച്ച് ഇന്ന് ഇവിടെ ഓണം ആഘോഷിക്കുവാൻ തിരഞ്ഞെടുത്ത തീരുമാനം തന്നെ അതിന് ഒരു ഉദാഹരണമാണ്. മഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വേദി എന്നും എല്ലാവർക്കും തുറന്നു കിടക്കുന്നതാണ്. അവിടെ സംഘടന വ്യത്യാസമില്ല, രാഷ്ട്രീയ വ്യത്യാസമില്ല, ഒന്നുമില്ല. എല്ലാവർക്കും തുല്യ പങ്കാളിത്തത്തോടെ വരുന്നവരെല്ലാവരും കൂട്ടുകാരെ പോലെ സഹോദരങ്ങളെ പോലെ വർത്തിക്കുന്ന ഒരു സംസ്കാരമാണ് മഞ്ചിനുള്ളത്.
അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ പരിപാടികൾക്കും നിങ്ങളെ എല്ലാവരെയും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ഓണം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ആരോഗ്യ ഉണ്ണിയായ സജിമോൻ ആന്റണി. മാവേലി എന്ന് പറയുമ്പോൾ അല്ലെ ഓണം എന്ന് പറയുമ്പോൾ പൂവ്, സമ്പൽ സമൃദ്ധി, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. സ്നേഹം, വാത്സല്യം, ഇതെല്ലാം ഉണ്ട്. അതിനോടൊപ്പം ഒരുമ എന്നൊരു വേർഡിലൂടെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. യൂണിറ്റി, റൈറ്റ്? കാരണം കേരളത്തിൽ നിന്ന് നമ്മൾ പല മതങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ക്രിസ്ത്യാനികളാണ്, ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളാണ്. ആ ക്രിസ്ത്യാനികളിൽ തന്നെ എന്താ പറയുന്നത്, സീറോ മലബാറുണ്ട്, പാർത്തിയോർഗീസ്, ഓർത്തഡോക്സ് മാർത്തവ, അങ്ങനെ പലതും ഉണ്ട്. ഹിന്ദുക്കളിൽ അതുപോലെ തന്നെയുണ്ട്. എന്നാൽ അവരെല്ലാവരും ഒരുമിച്ച് ഒരുമയോടെ യൂണിറ്റി ആയിട്ട് ചെയ്യുന്ന ഒരേ ഒരു ഉത്സവവും നമുക്ക് കേരളത്തിലുള്ളൂ. മലയാളികൾക്ക് അത് ഓണമാണ്. അതുകൊണ്ട് തന്നെ ആ ഓണത്തിന് വലിയൊരു പ്രസക്തിയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെയൊക്കെ ബിലീഫ് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊരു കണക്റ്റിംഗ് ഫാക്ടറാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആ എക്സാമ്പിളിനെ ഒന്നുകൂടെ എക്കോ ചെയ്യുന്നതായിരുന്നു ഇന്നത്തെ ഈ KCF-ന്റെയും മഞ്ചിന്റെയും യൂണിഫൈഡ് ആയിട്ടുള്ള ഓണം എന്ന് പറയുന്നത്. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ന്യൂജേഴ്സിയിലുള്ള എല്ലാ സംഘടനകളോടും ഒരുമിച്ച് എപ്പോഴെങ്കിലും ഈ ഒരുമയുടെ എക്സാമ്പിളിലൂടെ കണ്ടുകൊണ്ട് ഒരു ഓണം ഉണ്ടാവണമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. വിത്ത് ദാറ്റ് നോട്ട്, ഞാനൊരു ചെറിയ പ്രവർത്തകനാണ് ഫൊക്കാനയുടെ. നിങ്ങൾ തന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും എല്ലാത്തിനും ഒത്തിരി നന്ദി. ഫൊക്കാനയെ പറ്റി 2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. 1983 തുടങ്ങി ഫൊക്കാന 42 വർഷം പിന്നിടുമ്പോൾ ഇന്ന് 105 സംഘടനകളുടെ ഒരു കോർത്തിണക്കിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായ സംഘടനയായി മുന്നേറുകയാണ്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. ഫൊക്കാനയെ പറ്റി ഒന്ന് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളെ പറ്റി ഓർക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മലയാളവും മലയാള ഭാഷയും സംസ്കൃതിയും ഒക്കെ ആയിരുന്നു എങ്കിൽ വേറെ ചില പ്രൊജക്റ്റുകളിലൂടെ നിങ്ങൾ ഓർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഭവനം പ്രൊജക്ട്, അതോടൊപ്പം ഫൊക്കാനയുടെ തന്നെ വളരെ എന്താ പറയുക ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ് അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റുകളായ ഒരു പ്രൊജക്റ്റാണ് ഈ പറഞ്ഞ ഫൊക്കാന മെഡിക്കൽ കാർഡ്. ഫൊക്കാന മെഡിക്കൽ കാർഡ് എന്ന് പറയുന്നത് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, വേറെ ആരും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട്. 6 ഹോസ്പിറ്റലുകളുമായിട്ടുള്ള ഒരു ടൈപ്പാണ് ഫൊക്കാനയ്ക്ക്. ആർക്കാണ് ഇതിന് എലിജിബിലിറ്റി? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഏവരും എലിജിബിൾ ആണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ബന്ധുമിത്രാദികൾ എലിജിബിൾ ആണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫ്രണ്ട്സ് നാട്ടിലും ഇവിടെ ഉള്ളവരും എലിജിബിൾ ആണ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. കൊച്ചി രാജഗിരി ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്, കാരിറ്റാസ് ഹോസ്പിറ്റൽ കോട്ടയം, മെഡ്സിറ്റി മാർസിവ ഇംപാല, തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റൽ, അങ്ങനെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പ്രമുഖരായ ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചുകൊണ്ടാണ്. എന്താണ് ബെനിഫിറ്റ്? 5 മുതൽ 20% വരെ ഡിസ്കൗണ്ട്. സ്പെഷ്യൽ ഗ്രീൻ ചാനലിലൂടെ നിങ്ങൾക്കുള്ള എൻട്രി, വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ലാണ്ട്, സ്പെഷ്യൽ പാക്കേജസ്, അങ്ങനെയുള്ള ഒത്തിരി പ്രിവിലേജസ് അതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങളിവിടെ ഇരിക്കുന്ന സെറ്റപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ 5ഉം 15ഉം കൊണ്ട് എന്താണെന്ന് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു സെറ്റപ്പ് ചിലപ്പോൾ ശരിയായിരിക്കത്തില്ല. നമ്പർ 1, മേ ബി നമ്മുടെ നാട്ടിലുള്ള ബന്ധുക്കൾ, ഒരു കസിന് അല്ലെങ്കിൽ ഒരു അയൽക്കാർക്ക് അത്ര സെറ്റപ്പ് കാണത്തില്ല. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അപ്പം ഇതാണ് ഫൊക്കാന ഗോൾഡൻ മെഡിക്കൽ കാർഡ്. രണ്ടാമതൊരു കാർഡ് കൂടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ഫൊക്കാനയുടെ വേറൊരു സമ്മാനം, ഫൊക്കാനയുടെ ബ്ലൂ കാർഡ്, ഫൊക്കാനയുടെ പ്രിവിലേജ് കാർഡ്. എന്താണ് ഇത്? നമ്മുടെ പ്രവാസികളായ മലയാളികളാണ്. ഏതെങ്കിലും എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്യും. നമ്മൾ 80% അല്ലെങ്കിൽ 70% കൊച്ചി ലാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തായിരിക്കും ലാൻഡ് ചെയ്യുന്നത്. അവിടെ പോയി നിങ്ങൾ ലാൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യും ഡ്യൂട്ടി ഫ്രീയിൽ, ദാറ്റ് യു ഗെറ്റ് 5 to 15% ഡിസ്കൗണ്ട്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് എന്തിനാണ്? വെറുതെ കിട്ടുന്നതല്ലേ, വാങ്ങിക്കേ. റൈറ്റ്? ഒരു ഓണ സമ്മാനമായിട്ടൊക്കെ കരുത്. ഒന്ന്. രണ്ടാമത്തേത്, സംഘടനാ ലീഡേഴ്സിനോട് എനിക്കുള്ള റിക്വസ്റ്റ് ഇതാണ്. എപ്പോഴും 2 ക്വസ്റ്റ്യൻ വരും. നമ്മളൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ മയക്കുമായിട്ട് നിൽക്കുമ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിക്കണം. ഇവിടെ നിന്നതുകൊണ്ട് എന്ത് ഉപകാരമാണ് അവിടെ ഇരിക്കുന്നവർക്ക് കിട്ടിയത് എന്നുള്ളത്. അവിടെ ഇരിക്കുന്നവർ ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കണം, നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നും ചോദിക്കണം. അവിടെ ഇരിക്കുന്നവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തെങ്കിലും പ്രോഗ്രാമുമായിട്ട് നമ്മളൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടും അതിനകത്ത് വേണം. അല്ലെങ്കിൽ ഞാൻ ഈ വേദിയിൽ പല രീതിയിലും പറയുന്ന നമുക്ക് മനുഷ്യർ പല രീതിയിലുണ്ട്. എന്നാൽ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരായിട്ട് മാറണം എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഫൊക്കാനയുടെ അടുത്ത പ്രൊജക്റ്റാണ് അടുത്ത മാസം ടാക്സ് സ്കീം വേണ്ടി ലോഞ്ച് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫൊക്കാനയുടെ ഹെൽത്ത് ക്ലിനിക്ക്. അപ്പൊ ഇന്ന് ഞാൻ കൂട്ടിയൊട്ടും പ്രൊജക്റ്റുകളെ പറ്റി പറയുന്നില്ല. വൺ ആഫ്റ്റർ സോ മെനി പ്രൊജക്ട്സ് ഉണ്ട്. ഇങ്ങനെയുള്ള വേദികൾ കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഒരാൾ പോലും
ഫൊക്കാനയുടെ മെഡിക്കൽ കാർഡോ അല്ലെങ്കിൽ പ്രിവിലേജ് കാർഡോ ഇല്ലാണ്ട് പോകരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എൻ്റെ മോള് ഈവ പുറകിൽ രജിസ്ട്രേഷൻ്റെ കൗണ്ടറിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്കുള്ള കാർഡുമായിട്ട് 1, 2, 3 എത്രയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വാങ്ങുക, രജിസ്റ്റർ ചെയ്യുക എന്നുള്ളൊരു റിക്വസ്റ്റോട് കൂടി ഞാൻ പറയുകയാണ്. അതോടൊപ്പം കലഹാരിയിലെ കൺവെൻഷനിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു റെക്കോർഡ് ഇട്ട കൺവെൻഷൻ കേരളത്തിൽ നടത്തിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതിന് പല പ്രത്യേകതകളുണ്ട്. ആദ്യമായിട്ട് 1000-ലധികം മെമ്പേഴ്സ് പങ്കെടുപ്പിച്ച ഒരു ഒരു NRIയുടെ സമ്മേളനമായിരുന്നു കൊച്ചിയിലുണ്ട്, കോട്ടയത്ത് കുമരത്തുണ്ടായിരുന്നത്. 3 ദിവസം ഉണ്ടായിരുന്നു. 44 പേര് കാലില്ലാതെ വന്നു, 44 പേര് കാലുമായിട്ട് പോയി. 26 പിള്ളേരുടെ സ്റ്റുഡൻസിന്റെ സ്കോളർഷിപ്പ് അവർക്ക് പൈസയുടെ ബുദ്ധിമുട്ടുമായിട്ട് വന്നു. 26 പേർക്ക് 50,000-60,000 രൂപ വെച്ച് ഫൊക്കാന കൊടുത്ത് അവർക്ക് ഫുൾഫിൽ ചെയ്ത് വിട്ടു. 148 കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൈകിട്ട് 3 മാസം ട്രെയിനിങ് നടത്തി ഫൊക്കാന സിം പ്രൊജക്ടിന്റെ പരിസമാപ്തി നടന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പരമ്പരയാണ് ഫൊക്കാനയെ പറ്റി ഓർക്കുമ്പോൾ എന്നെ എല്ലാം ഓർക്കണ്ടേ, ലീഡേഴ്സിനെ എല്ലാം ഓർക്കണ്ടേ, പക്ഷെ ഈ പ്രൊജക്റ്റുകളിൽ നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കലഹാരി കൺവെൻഷൻ ഒരു അംബീഷ്യസ് കൺവെൻഷനാണ്. നമ്മുടെ അവരുടെ തറവാട്ടിലാണ്. വളരെ മനോഹരമായ സ്ഥലത്ത് കലഹാരിയിലേക്ക് ഓഗസ്റ്റ് 7, 8, 9 ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുക ഓൺ ബിഹാഫ് ഓഫ് ഫൊക്കാന. അതോടൊപ്പം ഞാൻ പോകുന്ന വഴികളിൽ എപ്പോഴും 1-2 കാര്യങ്ങളൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു 30 സെക്കൻഡ് വേണം. ഇന്നത്തെ സമ്മേളനം ഈ ഓണാഘോഷം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വിത്ത് 15 seconds more. Okay. For all the support, all the community work and everything. Okay. ഫൊക്കാനയുടെ കേരള കൺവെൻഷൻ ഒരു ചരിത്ര വിജയമായിരുന്നു. ഇന്ന് വരെ ഒരു പ്രവാസി സംഘടനയും നടത്താത്ത അത്ര വലിയൊരു കൺവെൻഷനാണ് നടത്തിയത്. അതിൻ്റെ ധനകാര്യം എല്ലാം കൈകാര്യം ചെയ്ത ചാക്കപ്പനാണ്. അത്ര വിദഗ്ധമായി ചെയ്ത ചാക്കപ്പനെ കേരളത്തിൽ വെച്ച് ഞങ്ങൾക്ക് ആദരിക്കാൻ പറ്റിയില്ല. കാരണം പ്രസിഡന്റിനെ ഞങ്ങൾ ആദരിച്ചിരുന്നു. എല്ലാവരെയും ഒരേ ദിവസം ഞങ്ങൾ ആദരിക്കാറില്ല. ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് ചാക്കപ്പന് കൊടുക്കുന്ന ആദരവാണ്. ചാക്കപ്പനും വൈഫിനും താങ്ക് യു. A special guest here for an Onam message for everyone. None other than Dr. Annie Paul. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും. ഇതുപോലെ നല്ലൊരു ഓണസദ്യ സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നിവിടെ ഐക്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. മഞ്ചും KCF ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നു. അത് ഒരുമയുടെ ഒരു ഉദാഹരണം. ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓണം വന്നെത്തുമ്പോൾ അതോടൊപ്പം മനസ്സിൽ ഓടിയെത്തുന്ന അനവധി ഓർമ്മകൾ, പൂക്കളം, ഓണക്കോടി, ഓണപ്പാട്ടുകൾ, രുചികൾ നിറഞ്ഞ സദ്യ, സന്തോഷം പകർന്ന കുടുംബ സംഗമം മലയാളികളുടെ ഹൃദയത്തോട് ചേർത്ത് നൽകുന്നു. മതജാതി വർഗ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചുകൂടി സന്തോഷിക്കുന്ന മഹോത്സവം. ഓണത്തിന് പിന്നിലുള്ള കഥ എല്ലാവർക്കും അറിയാം. മഹാബലി രാജാവിൻ്റെ കാലത്തെ സമൃദ്ധിയും സമത്വവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. മാവേലി നാടുവാണിടും കാലം. സെക്കൻഡ് ലൈൻ നിങ്ങൾ എല്ലാവരും പാടണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് തുടങ്ങുന്ന പാട്ട് ആ കാലഘട്ടത്തിൻ്റെ ഒരു സന്ദേശമാണ്. അതായത് നീതി, സമത്വം, സ്നേഹം, പരസ്പരം ബഹുമാന്യം, ഈ മൂല്യങ്ങൾ പിന്തുടർന്ന് നമ്മളെല്ലാ ദിവസവും ഓണമാക്കുകയാണ് വേണ്ടത്. ഓണത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ വൈവിധ്യത്തിലാണ്. അത്തപ്പൂവ്, ഓണപ്പാട്ട്, ഓണസദ്യ, ഓണക്കളി എല്ലാം ചേർന്നാണ് ഈ ഉത്സവം പൂർത്തിയാകുന്നത്. ഇത് മാത്രമല്ല, ഈ ഉത്സവം കുടുംബസമേതം ഒരുമിച്ച് കൂടാനുള്ള അവസരം കൂടിയാണ്. മഹാബലി രാജാവിൻ്റെ കാലം കള്ളമില്ല, ചതിയില്ല, ദരിദ്രൻ ധനികനും തമ്മിൽ വ്യത്യാസമില്ല. എല്ലാവരും ഒരേപോലെ സ്നേഹവും ആദരവോടെ ജീവിക്കുന്ന സമൂഹം. അങ്ങനെയൊരു ലോകം ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹിക സത്യമാണ്. കൊണ്ട് പൂക്കളം അലങ്കരിച്ചും ഓണസദ്യയുടെ രുചികളാൽ ഹൃദയം നിറച്ച് കുടുംബസമേതം ചിരിച്ചും കളിച്ചും ആഘോഷിക്കുന്ന ഓർമ്മകളുടെ ഒരു നാടോടി യാത്രയിലാണ് നമ്മൾ. തേൻ നിറഞ്ഞ ബാല്യത്തിൻ്റെ നിമിഷങ്ങൾ, ബന്ധങ്ങളുടെ ഊഷ്മളത, മനസ്സിൽ പതിഞ്ഞ താളങ്ങൾ, ചെണ്ടമേളത്തിൻ്റെ നാദത്തിൽ, തിരുവാതിരയുടെ ചുവടുകളിൽ ഓർമ്മകളായി പുനർജനിക്കുന്നു. ഈ ജീവിതത്തിൽ പലതും നേടാൻ ശ്രമിക്കുന്നു. പണം, വിജയം, പ്രശസ്തി. എന്നാൽ അതിനേക്കാൾ
വലിയതും വിലപ്പെട്ടതും നമ്മുടെ മനസ്സിലും ഹൃദയത്തിലുമുള്ള സമാധാനമാണ്. സന്തോഷം വാങ്ങാവുന്ന ഒരു സാധനമല്ല, അതൊരു മനോഭാവമാണ്. നമ്മുടെ മനസ്സിൽ നിന്നും അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അത് ജനിക്കുന്നു. ഹാപ്പിനെസ് ഈസ് നോട്ട് സംതിങ് റെഡിമെയ്ഡ്, ഇറ്റ് കംസ് ഫ്രോം യുവർ ഓൺ ആക്ഷൻസ് എന്നാണ് ദലൈ ലാമ പറയുന്നത്. ക്ഷമയും മനസ്സിൻ്റെ ശാന്തതയും ഇതിന് മുഖ്യമാണ്. നമ്മിൽ നിന്നും ആരംഭിക്കുന്ന ചെറിയൊരു പുഞ്ചിരിയും നല്ലൊരു വാക്കും ലോകത്തെ വലിയ മാറ്റത്തിലേക്ക് നയിക്കാം. മഹാബലി രാജാവിൻ്റെ കാലം നമുക്ക് ഒന്നിച്ച് സ്വപ്നം കാണാം, അത് യാഥാർത്ഥ്യമാക്കാം. ഓണത്തിന് നമ്മൾ കാണുന്ന ആ സന്തോഷം, ആ ചിരി, ആ സ്നേഹം ഒറ്റ ദിവസം മാത്രമല്ല, വർഷം മുഴുവൻ അതിനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. എനിക്ക് ഈ അവസരം തന്ന നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഒന്നുകൂടി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. What
2013 വളരെ സന്തോഷപൂർവ്വം നോർത്ത് അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന സ്ഥലത്ത് നോർത്ത് ജേഴ്സിയിലെ മലയാളികൾ ഒത്തുകൂടാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായതാണ് മഞ്ച്. അതിനുശേഷം KCF നോർത്ത് ജേഴ്സിയിലെ തന്നെ മറ്റൊരു സംഘടനയായി. അപ്പോൾ ഈ രണ്ട് സംഘടനകളും ചേർന്ന് പല കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്തുന്നത് കാണാൻ സാധിക്കുന്നു. സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മറ്റൊരു ഓണം കൂടി നമുക്ക് വന്നു. നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു. ലെറ്റ്സ് ഓൾ മേക്ക് ഇറ്റ് എ ഗ്രേറ്റ് ഇവന്റ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഐ വിഷ് യു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മറ്റൊരു ഓണം കൂടി എല്ലാവർക്കും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു.